നെപ്പോളിയന്റെ ശരീരമുണ്ടല്ലോ, ഏതൊരു കഫംപുടവിൽ പൊതിഞ്ഞുകൊണ്ടാണോ അടക്കിയിരിക്കുന്നത്, ഏതൊരു വെള്ളത്തുണിയിലാണോ നെപ്പോളിയൻ അടക്കിയിരിക്കുന്നത്, ആ വെള്ളത്തുണിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. 19 കൊല്ലം അതാ കഴിഞ്ഞിരിക്കുന്നു. നെപ്പോളിയന്റെ നഖങ്ങളതാ വളർന്നിരിക്കുന്നു, ഭാടി രോമങ്ങളതാ വളർന്നിരിക്കുന്നു. അത്ഭുതത്തോടുകൂടി ലോകം പരതന്തമാകുകയാണ്. നീണ്ട 19 കൊല്ലം ഈ ഭൂമിക്കടിയിൽ കിടന്ന നെപ്പോളിയൻ അതാ ഈജിപ്തിലേക്ക് വന്നതായ നിമിഷത്തിൽ സുൽത്താനുൽ കബീർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം നമ്മളോട് പഠിപ്പിക്കുമ്പോ ഒരു യുവതിയാകുന്ന പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നു, നിനക്കെന്തേ മറ്റുള്ളവരോട് കൂട്ടുപിടിക്കാത്തത്? പെണ്ണുങ്ങളുമായിട്ട് സല്ലപിക്കാൻ നീ എന്താ സമയം കണ്ടെത്താത്തത്? എന്തോ മറ്റുള്ളവരോടൊപ്പം നീ ഉല്ലസിക്കാത്തെന്ന് ചോദിച്ചപ്പോ, പെണ്ണെ എനിക്ക് സമയം കളയാനില്ല, അതുകൊണ്ട് എന്നെ ശല്യം ചെയ്യാതെ നീ പോകുന്ന നെപ്പോളിയൻ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തേക്ക് വീണ്ടും അതാ കടന്നു വരുമ്പോ നെപ്പോളിയൻ അറിയപ്പെടുന്ന ഫ്രാൻസിന്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ വരുമ്പോ ആ പെണ്ണ് വീണ്ടും അതാ കൂട്ടത്തിലുണ്ട്. പെണ്ണിനോട് ചോദിക്കുന്നു, അന്ന് നീ എന്നോട് ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഉല്ലസിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ട് സല്ലപിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ട് ആസ്വദിക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഞാൻ വായനയിലേക്ക് മുഴുകിയ കാരണത്താ ഇന്ന് ഫ്രാൻസിന്റെ ചക്രവർത്തിയാണ്, ലോകം അടക്കി ഒരുക്കുന്ന രാജാവാണ്. ഞാൻ അന്നെങ്ങാനും മറ്റുള്ള സൈനികരെ പോലെ പോയിരുന്നുവെങ്കിൽ അവരെ പോലെ വെറും ഒരു പടയാളിയായി മാറി, ഒരു സൈന്യ അംഗമായി മാത്രം മാറിക്കൊണ്ട് ഞാൻ തീരുമായിരുന്നു. വിശുദ്ധ ഖുർആൻ എന്ന് ഓതാൻ നമ്മളെ ചെറുപ്പകാലഘട്ടത്തിൽ നാം തയ്യാറാണോ? വിശുദ്ധ റമദാനിതാ വരുന്ന മുസ്ലിമേ, ലോകത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ പടവാളായിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ലോകത്ത് സംസ്കാരം പഠിപ്പിച്ചു ആശയാദർശത്തിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആൻ. ആ ഖുർആൻ 600 പേജുള്ള ഖുർആൻ ഒരു ദിവസമെങ്കിലോ നീ ഒന്ന് തുറന്നു നോക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അതിന്റെ ഓരോ പേജുകൾ മറിക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? പക്ഷെ നിനക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിനക്ക് കണ്ടു രസിക്കാൻ ഒരുപാട് നെറ്റുകളുണ്ട്, നിനക്ക് നോക്കിക്കാണാൻ ഒരുപാട് മൊബൈലുകളുണ്ട്, നിനക്ക് വായിച്ചാ തീരാത്ത പത്രമാസികളുണ്ട്, എല്ലാ ദിവസവും സുബഹിയിൽ നീ വായിച്ചു തീർക്കുന്ന പത്രങ്ങളുണ്ടല്ലോ. ആ സമയത്തെങ്ങാനും നീ ഖുർആനോദാ നിനക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുമോ? കരകോടി സൃഷ്ടജാലങ്ങളെ പരിപാലിക്കുന്ന തമ്പുരാ, നിനക്ക് തന്ന ആയുസ്സിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നീ എത്രയാ അല്ലാഹുവിനെ ഓർത്തത്? നിന്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കാൻ സമയമുണ്ട്, മക്കളെ കുറിച്ച് ഓർക്കാൻ സമയമുണ്ട്, ബിസിനസ് മേഖലകൾ ഓർക്കാൻ നിനക്ക് സമയമുണ്ട്. നിന്നെ പരിപാലിക്കുന്ന തമ്പുരാനുണ്ടല്ലോ, നിനക്ക് അന്നം നൽകുന്ന തമ്പുരാനുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ, ആ റബ്ബിലേക്കൊന്ന് ശുക്ർ ചെയ്യാ, അവന് വേണ്ടുന്ന തസ്ബീഹ് ചൊല്ലാ. നിന്റെ നാവനങ്ങുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടോ? പൊന്നുപോലെ നിന്റെ മകനെയും കൊണ്ട് ഐസിയിലേക്ക് പോകുമ്പോ, ആ വിഷമഘട്ടം കടന്നു വരുമ്പോ റബ്ബ് തആലയ്ക്ക് നീ ദുആ ചെയ്യുമല്ലോ. നിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നീ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഓർക്കാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ ദാ പറയുകയാണ്, വമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, എടോ ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്ന വിവാദക്കാരുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ആയിഷ കരയുന്ന കണ്ടുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, വമാ തുബഖീകി യാ ആയിഷ, ഓ ആയിഷ നീ എന്തിനാണ് കരയുന്ന ആയിഷ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോ ആയിഷ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ വകറത്തുന്നാറ, ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോയി നബിയേ, നരകത്തിന്റെ ശിക്ഷ ഞാൻ ഓർത്തുപോയി പ്രവാചകരെ. ഓർത്തപ്പോൾ അറിയാതെ കണ്ണുനീര് പൊഴിഞ്ഞതാ, എന്റെ വിലാപം എനിക്ക് അണക്കാൻ പറ്റുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ ഹൽ തദ്കുർ അഹ്ലീകും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് കുടുംബക്കാരെ കുറിച്ച് ഓർമ്മിക്കുമോ? ഭാര്യയാകുന്ന ആയിഷയെ കുറിച്ച് ചിന്തയുണ്ട് നബിയേ.
അങ്ങ് ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യയെ കുറിച്ച് അങ്ങേക്ക് ചിന്തയുണ്ടാകുമോ പ്രവാചകരെ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ ലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും ഒരാളെ കുറിച്ച് നിന്ദിക്കാത്ത ദിവസമുണ്ട് ആയിഷ. അന്ന് എനിക്ക് നിന്നെ കുറിച്ച് ചിന്തയില്ല.